വിജിലൻസ് നടപടികൾ നേരിട്ട ഉദ്യോഗസ്ഥരെ സ്ഥാനക്കയറ്റ പട്ടികയിൽ ഉൾപ്പെടുത്തരുതെന്ന് ഹൈക്കോടതി. വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തവർക്കാണ് ഹൈക്കോടതി ഉത്തരവ് ബാധകം. ഡെപ്യൂട്ടി ഗതാഗത കമ്മീഷണർ സ്ഥാനക്കയറ്റ പട്ടിക സംബന്ധിച്ചുള്ള ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ഡെപ്യൂട്ടി ഗതാഗത കമ്മീഷണർ സ്ഥാനക്കയറ്റത്തിൽ വിജിലൻസ് നടപടി നേരിട്ട ഉദ്യോഗസ്ഥനെ ഉൾപ്പെടുത്തരുതെന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതി വിധി. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടപടികൾ സ്വീകരിച്ച ഉദ്യോഗസ്ഥനെ സ്ഥാനക്കയറ്റ പട്ടികയിൽ ഉൾപ്പെടുത്തരുതെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ നടപടികൾ നേരിട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായി തന്നെ നീങ്ങണമെന്ന ഒരു താക്കീത് തന്നെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കർശനമാക്കുക തന്നെയാണ് കോടതി ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഈ നടപടിയുടെ ഭാഗമായി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിനെതിരെ ഡെപ്യൂട്ടി ഗതാഗത കമ്മീഷണറായി സ്ഥാനക്കയറ്റം നേടിയ കാക്കനാട് സ്വദേശി നൽകിയ ഹർജി തള്ളിയാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സ്ഥാനക്കയറ്റ പട്ടികയിൽ ഉൾപ്പെട്ട മറ്റൊരു ഉദ്യോഗസ്ഥൻ നൽകിയ ഹർജിയിലായിരുന്നു നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിറക്കിയിരുന്നത്. ചട്ടപ്രകാരം വിജിലൻസ് നടപടി നേരിടുന്ന ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകരുതെന്ന കണ്ടെത്തൽ ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഈ അപ്പീൽ തള്ളിയിരിക്കുന്നത്.